കെ വി എസ് ഹരിദാസ്, ഇപ്പോൾ ശ്രീ എം പ്രകാശ് മാസ്റ്റർ താങ്കളൊരു മുതിർന്ന മുൻ മാധ്യമ പ്രവർത്തകൻ കൂടിയാണല്ലോ. നോക്കൂ, കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയമൊക്കെ തന്നെയും താങ്കൾ തിരുവനന്തപുരം ലേഖകനായിരുന്നപ്പോൾ ശ്രീ ശ്രീകുമാറിനൊക്കെ ഒപ്പം തന്നെ താങ്കളും കണ്ട് അറിഞ്ഞ് അനുഭവിച്ച് മുന്നോട്ട് പോയിട്ടുള്ളതാണ്. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ആരാദ്യം സംസാരിക്കണമെന്ന തർക്കം, അതുപോലെ തന്നെ മാകൂട്ടിയുള്ള തെറി, ഈ 137 എത്ര പണം വന്നു എന്ന് സംബന്ധിച്ച് പാർലമെൻ്ററി പാർട്ടി നേതാവ് KPCC അധ്യക്ഷനോട് സഹികെട്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിൻ്റെ ഓഡിയോ വിവരങ്ങൾ തന്നെ പുറത്തു വരുന്നത്. ഇതൊന്നും മുൻകാലങ്ങളിൽ നമ്മൾ എത്ര കാലം കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് വഴക്കുമായി ബന്ധപ്പെട്ട് വാർത്തകൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നും കാണാത്ത രീതിയിലുള്ള സൗണ്ട് ബൈറ്റുകളും പ്രതികരണങ്ങളും ചോർച്ചയും ഒക്കെയാണ് കിട്ടുന്നത് എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ ശ്രീ KVS, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ഗ്രൂപ്പ്, ഈ രണ്ട് ഗ്രൂപ്പുകൾ എന്നുള്ള നിലയിൽ ധ്രുവീകരിക്കുന്ന പാർട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണല്ലോ കെ സുധാകരൻ എന്ന സംഘടനാ രംഗത്ത് ശക്തനായ ഒരു നേതാവിനെ, VD സതീശൻ എന്ന പാർലമെൻ്ററി പാർട്ടിയിൽ തിളങ്ങി നിൽക്കുന്ന നേതാവിനെ അതതിൻ്റെ ചുമതല ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അത് പക്ഷേ ഡീറെയിൽ ചെയ്യപ്പെട്ടു എന്നാണോ കാണേണ്ടത്? ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒടുവിൽ കെ സുധാകരന് ചുമതല തിരിച്ചു നൽകാൻ മടിക്കുകയാണ്. അല്ല നികേഷ്, ഞാൻ ആദ്യമേ സൂചിപ്പിക്കട്ടെ, കോൺഗ്രസ്സുകാർ സുധാകരനോട് കാണിച്ചത് നീതിയല്ല. എന്തൊക്കെ പറഞ്ഞാലും സുധാകരൻ ഒരു പോരാളിയാണ്. കമ്മ്യൂണിസ്റ്റുകാർക്കൊക്കെ ചിലപ്പോൾ എതിർപ്പുണ്ടാവും. എനിക്ക് സുധാകരനെ ഒരു 1977 മുതൽ അറിയാം. കണ്ണൂർ ജില്ലയിലെ പഴയ യുവജനതയുടെ സംഘടനാ കോൺഗ്രസിൽ നിന്ന് ജനതാ പാർട്ടിയിൽ വന്ന് ഞങ്ങളൊക്കെ ഒന്നിച്ചുണ്ടായിരുന്നു. ഞാനന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ആളാണ്. യുവജനതയുടെ സംസ്ഥാന പ്രസിഡൻ്റാവാൻ വേണ്ടി കുറേ ശ്രമങ്ങൾ നടത്തി. അന്ന് സംഘടനാ കോൺഗ്രസ് വിഭാഗത്തിൽ തന്നെയുള്ള MA പൗലോസിനെ പോലുള്ളവർ വെട്ടി നിരത്തി സുധാകരനെ. പക്ഷേ അന്ന് മുതൽ സുധാകരൻ പക്ഷേ ഒരു പോരാളിയായിരുന്നു. ഞാൻ ഓർക്കുന്നു, കണ്ണൂർ അന്നത്തെ ഇന്ന് കാസർഗോഡ് ജില്ല രൂപം കൊള്ളുന്നതിന് മുമ്പുള്ള കണ്ണൂർ ജില്ലയാണ്, അവിഭക്ത കണ്ണൂർ ജില്ലയാണ്. ആ കണ്ണൂർ ജില്ലയുടെ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം നടന്നു. അന്ന് KG മാരാരാണ് ഒരു സ്ഥാനാർത്ഥി. മാരാർജി മത്സരിക്കുമ്പോൾ മറുപക്ഷത്ത് ജനതാ പാർട്ടിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് എല്ലാ ജില്ലകളിലും പരസ്യമായ മത്സരം ഉണ്ടായിരുന്നു, വോട്ടെടുപ്പുമൊക്കെ. അപ്പോൾ മാരാർജിക്കെതിരായിട്ട് മത്സരിച്ച് തോറ്റ ആൾ സുധാകരനാണെന്ന്. അന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരുപാട് സംഘടനാ പോരാട്ടങ്ങളിലൂടെ വന്ന് കോൺഗ്രസ്സിൽ തിരിച്ചെത്തി. KPCCയുടെ പ്രസിഡൻ്റായി, MP ആയി, MLA ആയി, മന്ത്രിയായി. അദ്ദേഹം ഇത്തവണ നേരത്തെ പ്രകാശമാഷമൊക്കെ ആക്കെ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞ ആളാണ്. കാരണം അദ്ദേഹം ആഗ്രഹിച്ചത് കേരളത്തിലെ ക്യാമ്പയിൻ്റെ നേതൃത്വം കൊടുക്കണം, പ്രായമേറെയായി. ഇതൊക്കെ സുധാകരൻ്റെ വാക്കുകൾ തന്നെയാണ്. പക്ഷേ അവസാനം കണ്ണൂരിൽ കൊണ്ടേ അദ്ദേഹത്തെ നിർത്തി. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിനോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു. നികേഷ്, ഒരു കാര്യം കൂടി ഓർക്കണം. ഈ മെയ് 11 ശനിയാഴ്ച സുധാകരൻ്റെ അടുത്ത പിറന്നാളാണ്, 76ാം പിറന്നാൾ. 76 വയസ്സായി. അപ്പോഴെങ്കിലും അദ്ദേഹത്തിന് ഈ ചുമതല പിറന്നാൾ ദിനത്തിലെങ്കിലും തിരിച്ചു കൊടുക്കാൻ ഉള്ള മാന്യതയും സംസ്കാരവും കോൺഗ്രസിൻ്റെ നേതൃത്വം കാണിക്കണം. നിങ്ങൾ ട്രിഗറാണ് കോൺഗ്രസിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി, അല്ലാതെ സുധാകരനോടുള്ള സ്നേഹം കാരണമൊന്നുമല്ല KVS ഇങ്ങനെ പറയുന്നത്. സുധാകരന്റെ ജന്മദിനമൊക്കെ KVS ഓർത്തു വെക്കാൻ എന്താണ് കാരണം? അല്ല, MM ഹസനേക്കാൾ ഒരു വർഷം പ്രായം കുറവുള്ള ആളാണ് സുധാകരൻ. അപ്പോൾ സുധാകരന് പ്രായ കൂടുതലാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താനൊക്കെ സാധിക്കുമോ? അതൊന്നും മര്യാദയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം MM ഹസനേക്കാൾ എന്തായാലും തലയെടുപ്പുള്ള ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ സുധാകരൻ. അദ്ദേഹത്തോട് ഇത് കാണിക്കാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ തുറന്നു പറയും. അത് ഞാനൊരു BJP-കാരനായതുകൊണ്ടല്ല, ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിലാണ് ഞാൻ പറഞ്ഞത്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് KPCC യോഗത്തിന് 4-ാം തീയതി KPCC ഓഫീസിൽ വരുമ്പോൾ MM ഹസൻ താക്കോൽ കൊടുത്ത് മാറിയിരിക്കേണ്ടതായിരുന്നു, സുധാകരനെ പിടിച്ചിരുത്തേണ്ടതായിരുന്നു.
അവിടെ വേറൊരാളുടെയും തീട്ടൂരത്തിന് നോക്കി അവിടെ നിൽക്കേണ്ട പക്ഷേ കാര്യം കെ വി ഉണ്ടായിരുന്നില്ല എസ് എന്ന് കെ സി വിചാരിക്കുന്ന വേണുഗോപാൽ ഒരാളാണ് എന്ന് പറയുന്ന ഇവിടെ ഹൈക്കമാൻഡ് ഒരുപാട് ഈ PCC-യുടെ മുമ്പിൽ ഒരു വാള് പോലെ തൂങ്ങിക്കിടക്കുകയാണ്. കെ സി വേണുഗോപാലിനോട് ചോദിക്കാതെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട് ഹൈക്കമാൻഡ് എന്ന നിലയിൽ, സംഘടനാ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ. അല്ല നികേഷ്, അത് തന്നെയാണ് കോൺഗ്രസ് നേരിടുന്ന പ്രശ്നം. വേണുവിന് ഡൽഹിയിൽ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ഡൽഹിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന നികേഷ് കരുതുന്നുണ്ടോ? ഇപ്പോൾ തന്നെ കോൺഗ്രസിനകത്തുള്ള സംസാരം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അനവധി പേര് പ്രധാനപ്പെട്ട ഡൽഹിയിലുള്ള കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന പലരും, രാഹുൽ ഗാന്ധി ഒഴിച്ചുള്ള ബാക്കി എല്ലാവരും അയാൾക്കെതിരാണ്. ഖാർഗെക്ക് ഉൾപ്പെടെ സോഫ്റ്റ് കോർണർ ഇല്ല എന്ന് നമുക്കൊക്കെ അറിയാം. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ വേണുവിന് എനിക്ക് തോന്നണില്ല ഇനി ഡൽഹിയിൽ വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മരണം വരെ തുടർന്നോളാമെന്ന് ആർക്കും എഴുതി കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. അദ്ദേഹം ആവശ്യത്തിൽ കൂടുതൽ സമയം സംഘടനാ ജനറൽ സെക്രട്ടറി ആയി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ നോട്ടം വേറെ മേഖലയിലേക്കൊക്കെ പോകുന്നുണ്ട്. ശ്രീ KVS ഹരിദാസ്, അതൊന്നല്ല ഇവിടുത്തെ വിഷയം. ഇപ്പോൾ കേരളത്തില് കെ സുധാകരന്റെ മടങ്ങി വരവ് തെരഞ്ഞെടുപ്പ് ശേഷം എന്ന് പറയുമ്പോൾ കേരളത്തില് രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്ന്, കേരളത്തിൽ ഞാൻ പൂർത്തിയാക്കിയിട്ട് പറഞ്ഞോളൂ. അല്ല, എൻ്റെ നിരീക്ഷണം അത് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്ത് വന്നു കഴിയുമ്പോൾ സുധാകരൻ തോറ്റാലും വേണുഗോപാൽ തോറ്റാലും പ്രസിഡൻ്റായിട്ട് വരാൻ പോകുന്നത് KC വേണുഗോപാലായിരിക്കും. വേണുഗോപാലിൻ്റെ കണ്ണാ കസേരയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വൈകുന്നത് വരെ സുധാകരൻ ചുമതല ഏക്കണ്ട എന്നുള്ള തീട്ടൂരൻ ഡൽഹിയിൽ നിന്ന് വന്നു എന്ന് പറയുന്നത്. Debate with MV Nikesh Kumar.